അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അടുക്കളയിൽ നിന്ന് നേരെ ഭ്രാന്താശുപത്രിയിലേക്കും അവിടെ നിന്ന് ലോകം ചുറ്റാനും ഇറങ്ങി തിരിച്ച ഒരു സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കല്യാണം കഴിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടവളാണ് സ്ത്രീ എന്ന് സമൂഹം വിചാരിച്ചിരുന്ന കാലത്ത് അത് മനസ്സിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് വാർത്തകൾക്ക് പിന്നാലെ പാഞ്ഞ നെല്ലി ബ്ലൈയുടെ കഥ കേട്ടാൽ അത്ഭുതം തോന്നും, വായിച്ചാൽ ആവേശം കയറും. ഒരു നല്ല വാർത്തയ്ക്ക് വേണ്ടി അവൾ സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കി സമൂഹത്തിലെ അനീതികളെ അവൾ തുറന്നുകാട്ടി. ലോകം മുഴുവൻ അവൾ സഞ്ചരിച്ചു. സ്ത്രീകൾ കല്യാണം കഴിച്ച് കുട്ടികൾക്ക് ജന്മം നൽകി വീട് നോക്കി കഴിയണമെന്ന് മാത്രം കരുതിയിരുന്ന ഒരു കാലത്താണ് അവൾ ഇതെല്ലാം ചെയ്തത്. അവൾ വളരെ വ്യത്യസ്തമായി ജീവിച്ചു, ഒരുപാട് എതിർപ്പുകൾ നേരിട്ടു. എന്നാൽ അവൾ ഒരിക്കലും പിന്മാറിയില്ല. ഒടുവിൽ അവൾ ഒരുപാട് പേരുടെ ജീവിതവും പത്രപ്രവർത്തനത്തിന്റെ മുഖഛായ തന്നെയും മാറ്റിമറിച്ചു. ആരായിരുന്നു ഈ ധീരയായ വനിത? നെല്ലി ബ്ലൈ എന്ന പേരാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടിക്കൊടുത്തതെങ്കിലും അതായിരുന്നില്ല അവളുടെ യഥാർത്ഥ പേര്. 1864 ജനിച്ചപ്പോൾ എലിസബത്ത് ജെയിൻ കൊക്രൻ എന്നായിരുന്നു പേരിട്ടത്. വളർന്നു വരുമ്പോൾ പിങ്ക് എന്ന മറ്റൊരു പേരിലാണ് അവൾ അറിയപ്പെട്ടത്. ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ മടിയില്ലാത്ത വളരെ ചുറുചുറുക്കുള്ള ഒരു കുട്ടിയായിരുന്നു അവൾ. അവളുടെ അമ്മ അവളുടെ ഈ പ്രകൃതത്തെ പ്രോത്സാഹിപ്പിച്ചു. പെൻസിൽവാനിയയിലെ അവരുടെ സ്വന്തം നാടായ കൊക്രാനിലെ മറ്റ് മിക്ക പെൺകുട്ടികളും സ്ത്രീകളും തവിട്ട്, കറുപ്പ്, ചാര, വെള്ള നിറങ്ങളുള്ള സാധാരണ വസ്ത്രങ്ങൾ ധരിച്ചപ്പോൾ പിങ്ക് അവരിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തയായിരുന്നു. അങ്ങനെ വ്യത്യസ്തയാകേണ്ടത് അവളുടെ ആവശ്യമായിരുന്നു. കാരണം ശ്രദ്ധ പിടിച്ചു പറ്റാൻ അവൾക്ക് സ്വന്തം വീട്ടിൽ തന്നെ 13 സഹോദരങ്ങളോട് മത്സരിക്കണമായിരുന്നു. ബ്ലൈയുടെ പിതാവായ ജഡ്ജി മൈക്കിൾ കൊക്രാനിന്റെ പേരിലാണ് ആ പട്ടണം അറിയപ്പെട്ടിരുന്നത്. ജഡ്ജി കൊക്രാൻ വളരെ നേരത്തെ തന്നെ മരിച്ചു. അന്ന് ബ്ലൈക്ക് വെറും 6 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അച്ഛൻ വിൽപത്രം ഒന്നും എഴുതി വെക്കാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണം ആ കുടുംബത്തെ വലിയ ദാരിദ്ര്യത്തിലാക്കി. ബ്ലൈയുടെ അമ്മ വീണ്ടും വിവാഹം കഴിച്ചു. പക്ഷെ ആ വിവാഹം ഒരു ദുരന്തമായി മാറി. അവരുടെ പുതിയ ഭർത്താവ്, അതായത് ബ്ലൈയുടെ രണ്ടാനച്ഛൻ, ഒരു മദ്യപാനിയും ക്രൂരനുമായിരുന്നു. അയാളുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതായപ്പോൾ ബ്ലൈയുടെ അമ്മ വിവാഹമോചനത്തിന് അപേക്ഷ നൽകി. വെറും 14 വയസ്സുള്ളപ്പോൾ ആ വിവാഹമോചന കേസിൽ സാക്ഷി പറയാൻ ബ്ലൈയെ കോടതി വിളിപ്പിച്ചു. ആ ക്രൂരനായ മനുഷ്യൻ എന്തൊക്കെ ചെയ്തുവെന്നും സ്വന്തം അമ്മയെ എങ്ങനെ ഉപദ്രവിച്ചെന്നും അവൾക്ക് തുറന്നു പറയേണ്ടി വന്നു. ഒരു കൗമാരക്കാരിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ആ സാഹചര്യത്തിൽ പോലും അവൾ തികച്ചും സത്യസന്ധമായും എന്നാൽ ബുദ്ധിപരമായും സംസാരിച്ചു. വിചാരണയ്ക്കിടെ അവൾ കോടതിയിൽ പറഞ്ഞു, എൻ്റെ അമ്മയെ വിവാഹം കഴിച്ചത് മുതൽ എൻ്റെ രണ്ടാം അച്ഛൻ എപ്പോഴും മദ്യപിച്ചിട്ടാണ് ഉണ്ടാകാറുള്ളത്. മദ്യപിച്ചാൽ അയാൾക്ക് വലിയ ദേഷ്യമാണ്. ഇനി മദ്യപിച്ചില്ലെങ്കിലും അയാൾക്ക് ദേഷ്യം തന്നെ. ഈ സംഭവങ്ങളെല്ലാം ബ്ലൈയുടെ മനസ്സിൽ വലിയ സ്വാധീനമുണ്ടാക്കി. അവൾ ജീവിച്ചിരുന്ന കാലത്ത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം വിവാഹം കഴിക്കുക എന്നതായിരുന്നു. എന്നാൽ അമ്മയുടെ അനുഭവങ്ങൾ കണ്ടതുകൊണ്ട് വിവാഹം എന്നത് എപ്പോഴും ഒരു സുരക്ഷിതമായ ഭാവിയോ സന്തോഷമോ നൽകില്ലെന്ന് അവൾ വിശ്വസിച്ചു. സ്വന്തം കാലിൽ നിന്ന് ലോകത്ത് തൻ്റെതായ ഒരു സ്ഥാനം കണ്ടെത്താൻ ബ്ലൈ തീരുമാനിച്ചു. തുടക്കത്തിൽ ഒരു അധ്യാപികയാവാൻ വേണ്ടിയാണ് ബ്ലൈ പഠിക്കാൻ പോയത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അന്ന് ലഭ്യമായ ചുരുക്കം ചില തൊഴിലുകളിൽ ഒന്നായിരുന്നു അത്. അവൾ നന്നായി എഴുതുമായിരുന്നുവെങ്കിലും പഠനത്തിൽ അത്ര മിടുക്കിയായിരുന്നില്ല. ഒരു സെമസ്റ്റർ കഴിഞ്ഞപ്പോഴേക്കും ഫീസ് അടയ്ക്കാൻ കഴിയാതെ ഒപ്പം അമ്മയ്ക്ക് വീട്ടിൽ അവളുടെ സഹായം വേണ്ടി വന്നു. അങ്ങനെ അവൾക്ക് പഠനം നിർത്തേണ്ടി വന്നു. പിന്നീട് അമ്മയ്ക്കും സഹോദരങ്ങളോടുമൊപ്പം അവൾ പിറ്റ്സ്ബർഗിലേക്ക് താമസം മാറി. അവിടെ വരുമാനത്തിനായി അവർ ഒരു ബോർഡിംഗ് ഹൗസ് നടത്തി. ഒരു ദിവസം ഒരു പ്രാദേശിക പത്രം വായിക്കുകയായിരുന്ന ബ്ലൈ അതിലൊരു കോളം കണ്ട് ഞെട്ടിപ്പോയി. പെൺകുട്ടികൾ എന്തിനാണ് കൊള്ളാവുന്നത് എന്ന ആ തലക്കെട്ട് തന്നെ അവളെ പ്രകോപിപ്പിക്കാൻ ധാരാളമായിരുന്നു. അതിലെ ഉള്ളടക്കം കടുത്ത ദേഷ്യമുണ്ടാക്കുന്നതായിരുന്നു. സ്ത്രീകൾ വീട്ടിലിരിക്കുവാനും പ്രസവിക്കാനും അല്ലാതെ മറ്റൊന്നിനും കൊള്ളില്ലെന്നായിരുന്നു ആ കോളം പറഞ്ഞത്. ജോലി ചെയ്യുന്ന സ്ത്രീകളെയോ ഒരു വികൃത രൂപം എന്നാണ് ലേഖകൻ അവരെ വിശേഷിപ്പിച്ചത്. താൻ ഒട്ടും യോജിക്കാത്ത ഒരു കാര്യം കണ്ടിട്ട് വെറുതെ മിണ്ടാതിരിക്കുന്ന പ്രകൃതമായിരുന്നില്ല ബ്ലൈയുടേത്. ഏകാഗിയായ അനാഥ പെൺകുട്ടി എന്ന ഒരു തൂലിക നാമത്തിൽ അവൾ അതിനൊരു മറുപടി എഴുതി. അവളുടെ ആ മറുപടി പത്രത്തിന്റെ എഡിറ്ററായ ജോർജ് മാഡന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. എന്നാൽ ഒരു കള്ളപ്പേരിൽ എഴുതിയതിനാൽ ബ്ലൈ ആരാണെന്ന് കണ്ടെത്താനോ ബന്ധപ്പെടാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ എഴുത്ത് അദ്ദേഹത്തിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ഏകാഗിയായ അനാഥ പെൺകുട്ടി പത്രവുമായി ബന്ധപ്പെടുവാനും ആരാണെന്ന് വെളിപ്പെടുത്തുവാനും ആവശ്യപ്പെട്ട് അദ്ദേഹം പിറ്റ്സ്ബർഗ് ഡിസ്പാച്ചിൽ ഒരു പരസ്യം നൽകി. എന്തിനാണെന്നോ? അവൾക്കൊരു ജോലി നൽകാൻ വേണ്ടിയിരുന്നത്. ആ പരസ്യം കണ്ട് ബ്ലൈ പ്രതികരിച്ചു. ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ കോളം എഴുതാൻ അവൾക്ക് അവസരം ലഭിച്ചു. പിറ്റ്സ്ബർഗ് ഡിസ്പാച്ചിൽ അവളുടെ ആദ്യത്തെ കോളം പ്രസിദ്ധീകരിച്ചതിന് ശേഷം മാഡൻ അവളെ സ്ഥിരമായി ജോലിക്കെടുത്തു. ഡിസ്പാച്ചിൽ ജോലി ചെയ്യുമ്പോഴാണ് ലോകം പിന്നീട് അറിഞ്ഞ ആ പേര് സ്വീകരിച്ചത്, നെല്ലി ബ്ലൈ. ആഴ്ചയിൽ $5 അവൾ ജോലി ചെയ്തിരുന്നത്. എന്നാൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള തന്റെ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ അവൾക്കൊരു വേദി ലഭിച്ചു. ഒരു അണ്ടർകവർ റിപ്പോർട്ടറായി സമൂഹത്തിലെ തെറ്റുകൾ പുറത്തു കൊണ്ടുവന്ന് തന്നെ പ്രശസ്തമാക്കിയ ആ ജോലികളും ബ്ലൈ അന്ന് ആരംഭിച്ചു. കുടുംബം പോറ്റാൻ തുച്ഛമായ വേതനത്തിന് ഫാക്ടറിയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ നേരിടുന്ന മോശം അവസ്ഥയെക്കുറിച്ച് രഹസ്യമായി അന്വേഷിച്ച് അവൾ ഒരു ലേഖനം എഴുതി.
വിവാഹമോചന നടപടികളിൽ സ്ത്രീകൾ നേരിടുന്ന അനീതിയെക്കുറിച്ചും അവൾ എഴുതി. സ്വന്തം അമ്മയുടെ അനുഭവമുള്ളതിനാൽ അവൾക്ക് അതിനെക്കുറിച്ച് നന്നായി അറിയാമായിരുന്നു. പക്ഷെ അവളുടെ ലേഖനങ്ങൾ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു. പരസ്യം തരുന്നവർക്കാണെങ്കിൽ വിവാദം ഇഷ്ടമായിരുന്നില്ല. അവർ ഡിസ്പാച്ചിൽ നിന്ന് തങ്ങളുടെ പരസ്യങ്ങൾ പിൻവലിക്കാൻ തുടങ്ങി. പത്രം ഉടമകൾക്ക് ഭയമായി. പത്രത്തിന്റെ വരുമാനത്തെ അത് ബാധിക്കുമെന്നായപ്പോൾ അക്കാലത്ത് സ്ത്രീകൾക്ക് അത്ര പരിചയമില്ലാത്ത ഈ റോളിൽ ബ്ലൈയെ നിലനിർത്തുന്നതിൽ കാര്യമില്ലെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് അന്നത്തെ വനിതാ എഴുത്തുകാർ സാധാരണയായി ചെയ്തിരുന്ന ഫാഷൻ സൊസൈറ്റി പേജുകളുടെ ചുമതല അവർ അവൾക്ക് നൽകി. ഈ മാറ്റത്തിൽ ബ്ലൈ ഒട്ടും സന്തുഷ്ടയായിരുന്നില്ല. 1887 വെറും 23 വയസ്സുള്ളപ്പോൾ അവൾ തനിച്ച് ന്യൂയോർക്ക് നഗരത്തിലേക്ക് പോയി. ആ വലിയ നഗരത്തിലേക്ക് പോകുമ്പോൾ അവൾക്കൊരു ജോലി ഉണ്ടായിരുന്നില്ല. മാസങ്ങളോളം അവൾക്ക് ജോലി കിട്ടിയതുമില്ല. എങ്കിലും പിന്മാറാൻ അവൾ ഒരുക്കമായിരുന്നില്ല. അവൾ ഓഫീസുകൾ കയറിയിറങ്ങി ജോലിക്ക് അപേക്ഷിച്ചുകൊണ്ടിരുന്നു. 4 മാസത്തിന് ശേഷം അവൾക്കൊരു ലോട്ടറി അടിച്ചു. ന്യൂയോർക്ക് വേൾഡ് പത്രം അവൾക്കൊരു അസൈൻമെന്റ് നൽകി. വളരെ പ്രമുഖമായ ഒരു പ്രസിദ്ധീകരണമായിരുന്നു ആ പത്രം. ആ ജോലി ഏറ്റെടുക്കാൻ ബ്ലൈ തയ്യാറുമായിരുന്നു. ന്യൂയോർക്ക് വേൾഡിലെ അവളുടെ ആദ്യത്തെ അസൈൻമെന്റുകളിൽ ഒന്നാണ് അവൾ ഏറ്റവും പ്രശസ്തമാക്കിയത്. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ചില മനുഷ്യരോടുള്ള സമീപനം മാറ്റാനും അത് സഹായിച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് മാനസിക രോഗികളെ പൂട്ടിയിടുകയും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയുമാണ് ചെയ്തിരുന്നത്. ന്യൂയോർക്കിലെ അത്തരം ആളുകൾ അയച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ബ്ലാക്ക്വെൽസ് ഐലൻഡിലെ വിമൻസ് ലുനാറ്റിക് അസൈലം. ഒരു മാനസികാരോഗ്യ കേന്ദ്രമായിരുന്നു അത്. ബ്ലൈയും എഴുത്തന്മാരും ആഗ്രഹിച്ചത് അവൾ ആ സ്ഥാപനത്തിൽ പ്രവേശിക്കണമെന്നായിരുന്നു. അവിടെ നിന്ന് എങ്ങനെ പുറത്തു കടക്കണമെന്ന് അറിയില്ലായിരുന്നുവെങ്കിലും അത് ചെയ്യാൻ അവൾക്ക് വലിയ ആവേശമായിരുന്നു. ആ ജോലിക്കായി തയ്യാറെടുക്കുമ്പോൾ അവളോട് പറഞ്ഞിരുന്നത് ഇത്ര മാത്രമാണ്: നല്ലതോ ചീത്തയോ ആകട്ടെ, നിങ്ങൾ കാണുന്നത് അതുപോലെ എഴുതുക. നിങ്ങളുടേതായ രീതിയിൽ പ്രശംസിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുക. ഒപ്പം എപ്പോഴും സത്യം മാത്രം പറയുക. തന്നെ കണ്ടാൽ ശരിക്കും ഒരു മാനസിക രോഗിയാണെന്ന് തോന്നിക്കാൻ വേണ്ടി ദിവസങ്ങളോളം മുഖഭാവങ്ങൾ പരിശീലിച്ചുകൊണ്ട് അവൾ തയ്യാറെടുത്തു. പിന്നീട് അവൾ ഒരു ബോർഡിംഗ് ഹൗസിൽ രാത്രി ചിലവഴിക്കാൻ പോയി. അവിടെ വെച്ച് ആ വീട്ടിലെ എല്ലാത്തിനെയും പേടിയുള്ളതുപോലെ അവൾ അഭിനയിച്ചു. ഒന്നും മിണ്ടാതെ മണിക്കൂറുകളോളം അവൾ ചുമരിലേക്ക് നോക്കിയിരുന്നു. ചുരുക്കത്തിൽ ഒരു ഭ്രാന്തിയെപ്പോലെ അഭിനയിക്കാൻ തന്നാൽ കഴിയുന്നതെല്ലാം അവൾ ചെയ്തു. അത് ഫലിച്ചു. ബോർഡിംഗ് ഹൗസിലെ ഉടമ പോലീസിനെ വിളിച്ചു. അവർ ബ്ലൈയെ കൊണ്ടുപോയി. ബെല്ലിവ്യൂ ആശുപത്രിയിലെ ഡോക്ടർമാരെ കൊണ്ട് പോലീസ് അവളെ പരിശോധിപ്പിച്ചു. തനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടതായി ബ്ലൈ നടിച്ചു. അവളൊരു പത്രപ്രവർത്തകയാണെന്ന് ആരും തിരിച്ചറിഞ്ഞില്ലെങ്കിലും അവളുടെ കേസ് മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഒടുവിൽ സുന്ദരിയും ചെറുപ്പക്കാരിയുമായ ഈ മാനസിക രോഗിയെ ബ്ലാക്ക്വെൽ ഐലൻഡ്സിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ ശുപാർശ ചെയ്തു. അസൈലത്തിൽ എത്തുന്നതിന് മുൻപേ അവളുടെ റിപ്പോർട്ടിനായുള്ള ആദ്യത്തെ വിവരം അവൾക്ക് ലഭിച്ചു. ഇത്തരം കേന്ദ്രങ്ങളിൽ പ്രവേശനം കിട്ടാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ എത്തിയപ്പോൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ മാത്രം യാതൊരു കുഴപ്പവുമില്ലാത്ത മറ്റ് ചില രോഗികളെ കണ്ടതോടെ അവളുടെ ആ നിഗമനം ഉറപ്പായി. അസൈലത്തിൽ എത്തിയ ശേഷം ബ്ലൈ ഒരു അഭിനയവും നടത്തിയില്ല. അവളായി തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. എന്നിട്ടും അവൾക്ക് ഭ്രാന്തില്ലെന്ന് ആർക്കും സംശയം തോന്നിയില്ല. സത്യത്തിൽ മറിച്ചാണ് സംഭവിച്ചത്. താൻ എത്രത്തോളം സാധാരണയായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തോ അത്രത്തോളം തനിക്ക് ഭ്രാന്ത് കൂടുതലുണ്ടെന്ന് അവർ കരുതി. അസൈലത്തിലെ ദൈനംദിന ജീവിതം വളരെ കഠിനമായിരുന്നു. കൊടും തണുപ്പുള്ള വെള്ളത്തിൽ കുളിക്കാൻ ബ്ലൈ നിർബന്ധിക്കപ്പെട്ടു. അവിടെ കഴിഞ്ഞിരുന്ന ഒട്ടുമിക്ക സമയത്തും അവൾ തണുത്തുറയുകയായിരുന്നു. എന്റെ പല്ലുകൾ കൂട്ടിയിടിക്കുകയും കൈകാലുകൾ തണുപ്പ് കൊണ്ട് മരവിച്ച് നീല നിറമാവുകയും ചെയ്തു. പെട്ടെന്ന് അവർ എൻ്റെ തലയിലൂടെ ഒന്നിനു പിറകെ ഒന്നായി 3 ബക്കറ്റ് ഐസ് വെള്ളം ഒഴിച്ചു. ഇതെല്ലാം എൻ്റെ കണ്ണിലും ചെവിയിലും മൂക്കിലും വായിലും ഒക്കെ കയറി എന്നാണ് അവൾ പിന്നീട് പറഞ്ഞത്. അവിടുത്തെ ഭക്ഷണം ഭയാനകമായിരുന്നു. അഴുക്കുവെള്ളവും അതോടൊപ്പം അഴുകിയ ഇറച്ചിയും കഞ്ഞിയും ഒട്ടും കഴിക്കാൻ പറ്റാത്ത റൊട്ടിയുമായിരുന്നു നൽകിയിരുന്നത്. മാലിന്യങ്ങൾ നിറഞ്ഞ എലികൾ ഓടി നടക്കുന്ന സ്ഥലത്തിരുന്നാണ് രോഗികൾ ഭക്ഷണം കഴിച്ചിരുന്നത്. കട്ടിയുള്ള ബെഞ്ചുകളിൽ ഇരുന്നാണ് അവർ ദിവസങ്ങൾ തള്ളി നീക്കിയത്. ചില രോഗികളെ തമ്മിൽ കെട്ടിയിട്ടിരുന്നു. അവരുടെ പത്ര റിപ്പോർട്ടിലും പിന്നീട് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലും അസൈലത്തിലെ രോഗികളോടുള്ള ക്രൂരമായ പെരുമാറ്റത്തെക്കുറിച്ച് അവർ വിവരിച്ചു. ഇത് രോഗികളെ എങ്ങനെ കൂടുതൽ മോശമാക്കുന്നുവെന്നും അവൾ എഴുതി. ഈ പീഡനങ്ങളല്ലാതെ മറ്റെന്താണ് ഒരാൾക്ക് ഇത്ര വേഗം ഭ്രാന്ത് പിടിപ്പിക്കുക? രോഗം ഭേദമാക്കാൻ കൊണ്ടുവന്ന കുറച്ച് സ്ത്രീകളാണിവിടെ. എൻ്റെ പ്രവൃത്തിയെ വിമർശിക്കുന്ന വിദഗ്ധരായ ഡോക്ടർമാരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: പൂർണ്ണ ആരോഗ്യവതിയായ ഒരു സാധാരണ സ്ത്രീയെ കൊണ്ടുവന്ന് രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ അനങ്ങാൻ പോലും സമ്മതിക്കാതെ ഒരു ബെഞ്ചിലിരുത്തുക. അവളോട് സംസാരിക്കാൻ ആരെയും അനുവദിക്കാതിരിക്കുക. വായിക്കാനൊന്നും കൊടുക്കാതിരിക്കുക. പുറം ലോകവുമായി ഒരു ബന്ധവും ഇല്ലാതാക്കുക. മോശം ഭക്ഷണവും ക്രൂരമായ പെരുമാറ്റവും നൽകുക. എന്നിട്ട് അവൾക്ക് ഭ്രാന്ത് പിടിപ്പിക്കാൻ എത്ര സമയം എടുക്കുമെന്ന് നോക്കുക. വെറും 2 മാസം മതി അവളെ ശാരീരികമായും മാനസികമായും തകർക്കാൻ. ബ്ലാക്ക്വെൽ ഐലൻഡിൽ ബ്ലൈ 10 ദിവസമാണ് കഴിഞ്ഞത്. പത്രത്തിൽ നിന്നുള്ളവർ അസൈലത്തിൽ ബന്ധപ്പെട്ട് അവളെ വിട്ടയക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അവൾക്ക് പുറത്തിറങ്ങാനായത്. വൈകാതെ തന്നെ അവളുടെ ഈ അന്വേഷണ റിപ്പോർട്ട് ന്യൂയോർക്ക് വേൾഡിൽ പ്രസിദ്ധീകരിക്കുകയും അത് രാജ്യത്തുടനീളം വലിയ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. ആളുകൾ രോഷാകുലരായി. മാറ്റങ്ങൾ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഒരു ഗ്രാൻഡ് ജൂറി രൂപീകരിക്കപ്പെടുകയും
അസൈലത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ തയ്യാറാക്കുന്നതിൽ ബ്ലൈ അവരോടൊപ്പം ചേരുകയും ചെയ്തു. ന്യൂയോർക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ചാരിറ്റീസ് ആൻഡ് കറക്ഷൻസ് അവരുടെ ബഡ്ജറ്റിൽ $1 ദശലക്ഷം അധികമായി ഉൾപ്പെടുത്തി. അങ്ങനെ അസൈലങ്ങളിൽ കൂടുതൽ സുരക്ഷിതവും മാനുഷികവുമായ സാഹചര്യങ്ങളും ചികിത്സകളും നടപ്പിലാക്കി. ബ്ലൈ ഒരു സെലിബ്രിറ്റിയായി മാറി. അവളുടെ ധീരതയും സമൂഹത്തിലെ തിന്മകൾക്കെതിരെ സംസാരിക്കാനുള്ള സന്നദ്ധതയും വലിയ തോതിൽ പ്രശംസിക്കപ്പെട്ടു. എന്നാൽ അവളുടെ ജോലി അവിടെ തീർന്നിരുന്നില്ല. ഇത്രയൊക്കെ പ്രശസ്തി ലഭിച്ചിട്ടും അവൾ തൻ്റെ രഹസ്യ അന്വേഷണങ്ങൾ തുടർന്നു. അസൈലത്തിൽ പോയ അതേ വർഷം തന്നെ അത്ര ഗൗരവമില്ലാത്ത മറ്റൊരു വിഷയത്തിലും ബ്ലൈ അന്വേഷണം നടത്തി. ന്യൂയോർക്ക് നഗരത്തിൽ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരെ കണ്ടെത്തി കൊടുക്കുന്ന ഒരു സജീവ വ്യവസായത്തെക്കുറിച്ച് അറിയാൻ അവൾക്ക് ആഗ്രഹിച്ചു. ഈ ഭർത്താവിനെ കണ്ടുപിടിക്കുന്ന പരിപാടി എനിക്ക് വലിയ കൗതുകമായിരുന്നു. എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഒരു ഡൈനാമൈറ്റ് കയ്യിൽ കിട്ടിയ കൊച്ചു കുട്ടിയുടെ അത്രയും ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു എന്നാണ് അവൾ പിന്നീട് പറഞ്ഞത്. മറ്റൊരവസരത്തിൽ ന്യൂയോർക്കിലെ സങ്കടകരമായ മറ്റൊരു വ്യവസായത്തെക്കുറിച്ച് അവൾ എഴുതി. കുഞ്ഞുങ്ങളെ വിലയ്ക്ക് വാങ്ങുന്നതിനെക്കുറിച്ച് നിയമനിർമ്മാതാക്കൾക്ക് കൈക്കൂലി നൽകുന്ന ഒരു പ്രമുഖ ലോബിയുടെ ഇടപാടുകൾ തുറന്നു കാട്ടിക്കൊണ്ട് അവൾ ന്യൂയോർക്ക് സർക്കാരിനെതിരെയും രംഗത്ത് വന്നു. എഴുതാൻ വിഷയങ്ങൾക്കോ അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകുവാനുള്ള ധൈര്യത്തിനോ നെല്ലി ബ്ലൈക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ന്യൂയോർക്ക് നഗരത്തിലെ ഇത്തരം മോശം കാര്യങ്ങളെക്കുറിച്ച് എഴുതിയത് കൊണ്ട് മാത്രം അവളുടെ സാഹസികതയ്ക്കുള്ള ദാഹം തീർന്നിരുന്നില്ല. 1888 24 വയസ്സുള്ളപ്പോൾ അവൾക്കൊരു ആശയം തോന്നി. ജൂൾസ് വെയ്നിന്റെ നോവലിലെ കഥാപാത്രമായ ഫിലിയസ് ഫോഗിനേക്കാൾ വേഗത്തിൽ ലോകം ചുറ്റണം എന്നതായിരുന്നു അത്. തീർച്ചയായും ആ സാഹസിക യാത്രയെക്കുറിച്ച് പത്രത്തിൽ എഴുതാനും അവൾ ആഗ്രഹിച്ചു. മുൻകാല ജോലികളിലൂടെ അവൾ തന്റെ കഴിവ് തെളിയിച്ചിരുന്നെങ്കിലും എഡിറ്റർമാർക്ക് അപ്പോഴും മടിയായിരുന്നു. അക്കാലത്ത് സ്ത്രീകൾ ജോലി ചെയ്യുന്നത് തന്നെ വലിയ കാര്യമായിരുന്നു. അതിനു പുറമെ സ്ത്രീകൾ തനിച്ച് യാത്ര ചെയ്യുന്നത് അക്കാലത്ത് നിയമങ്ങളോടുള്ള വലിയൊരു വെല്ലുവിളിയായിരുന്നു. നെല്ലിയല്ല, മറിച്ച് ഒരു പുരുഷനെ ലോകം ചുറ്റാൻ അയക്കാനാണ് അവർ താല്പര്യപ്പെട്ടത്. തന്റെ ആഗ്രഹത്തോട് അവർ പ്രതികരിച്ചതിനെക്കുറിച്ച് അവർ പിന്നീട് ഇങ്ങനെ എഴുതി: നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല എന്നതായിരുന്നു ആ ഭയങ്കരമായ വിധി. ഒന്നാമതായി നിങ്ങൾക്ക് ഒരു സ്ത്രീയാണ്, നിങ്ങൾക്കൊരു കൂട്ടു വേണം. അഥവാ നിങ്ങൾക്ക് തനിച്ച് യാത്ര ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ലഗേജുകൾ കൊണ്ടുപോകേണ്ടി വരും. അത് വേഗത്തിലുള്ള യാത്രയെ ബാധിക്കും. കൂടാതെ ഇംഗ്ലീഷ് അല്ലാതെ വേറെ ഭാഷയൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഒരു പുരുഷന് മാത്രമേ ഇതിനൊക്കെ സാധിക്കൂ. ഇതിനോടുള്ള അവളുടെ പ്രതികരണം എന്തായിരുന്നു എന്നോ? കൊള്ളാം, നിങ്ങൾ ആ പുരുഷനെ യാത്ര തിരിക്കാൻ പറയൂ. അന്ന് തന്നെ ഞാൻ വേറെ ഏതെങ്കിലും പത്രത്തിന് വേണ്ടി യാത്ര തിരിച്ച് അവനെ തോൽപ്പിക്കും. എഡിറ്റർമാരെ സമ്മതിപ്പിച്ച് യാത്ര തിരിക്കാൻ അവൾക്ക് ഒരു വർഷമെടുത്തു. അക്കാലത്ത് സ്ത്രീകൾ പെട്ടി നിറയെ വസ്ത്രങ്ങളുമായാണ് യാത്ര ചെയ്തിരുന്നത്. ഒപ്പം സഹായികളും ഉണ്ടാകാറുണ്ടായിരുന്നു. എന്നാൽ താൻ കാലത്തിന് മുന്നിലാണെന്ന് ബ്ലൈ വീണ്ടും തെളിയിച്ചു. 1889 ലോകം ചുറ്റാനുള്ള യാത്രയ്ക്ക് പുറപ്പെടാൻ സമയമായപ്പോൾ വെറും 2 ചെറിയ ബാഗുകളുമായി അവൾ തനിയെ അഗസ്റ്റ വിക്ടോറിയ എന്ന കപ്പലിൽ കയറി. ഒരു ഡ്രസ്സും അതിനു മുകളിൽ ഒരു കോട്ടും ധരിച്ച് അവൾ കുറച്ച് ഡോളറുകൾ തൻ്റെ ബാഗിലാക്കി കഴുത്തിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. യാത്രയുടെ ആദ്യഘട്ടം വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. അവൾക്ക് സീ സിക്നെസ് ഉണ്ടാവുകയും ഭക്ഷണം കഴിക്കാൻ പറ്റാതാവുകയും ചെയ്തു. ഉറക്കം മാത്രമായിരുന്നു അവൾക്ക് ആകെ ഉണ്ടായിരുന്ന ആശ്വാസം. ഒരു ഘട്ടത്തിൽ അവൾ ഒരുപാട് നേരം ഉറങ്ങിയപ്പോൾ അവൾ ക്യാബിനിൽ മരിച്ചു കിടക്കുകയാണെന്ന് കപ്പലിലെ ജീവനക്കാർ പോലും കരുതി. അവൾ ഇംഗ്ലണ്ടിൽ ഇറങ്ങി തുടർന്ന് ഫ്രാൻസിലേക്ക് പോയപ്പോൾ ഫ്രാൻസിൽ വെച്ച് തൻ്റെ യാത്രയ്ക്ക് പ്രചോദനമായ സാക്ഷാൽ ജൂൾസ് വേണിനെ അവൾ കണ്ടുമുട്ടി. ഫ്രാൻസിൽ നിന്ന് അവൾ ഈജിപ്ത്, സിലോൺ, ഹോങ്കോങ്, ജപ്പാൻ എന്നിവിടങ്ങളിലേക്ക് സഞ്ചരിച്ചു. ചൈനയിൽ വെച്ച് അവൾ ഒരു കുഷ്ഠരോഗികളുടെ കോളനിയും സന്ദർശിച്ചു. വഴിയിൽ അവൾ കപ്പലുകളിലും റിക്ഷകളിലും ട്രെയിനുകളിലുമൊക്കെയായി യാത്ര ചെയ്തു. ആവശ്യമുള്ളപ്പോൾ കുതിരപ്പുറത്തും സഞ്ചരിച്ചു. നാട്ടിൽ അമേരിക്കയിലുള്ള അവളുടെ വായനക്കാർക്ക് ടെലിഗ്രാഫ് വഴി യാത്രാ വിവരങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു. ബ്ലൈ ലോകം ചുറ്റുമ്പോഴല്ല അവൾ വിദേശത്തു നിന്ന് അയക്കുന്ന റിപ്പോർട്ടുകൾ ആളുകൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന് വായിച്ചിരുന്നു. അവൾക്ക് അവളുടെ യാത്രയിൽ വെറും ഒരു കൗതുകം മാത്രമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അവർക്കൊരു സമ്മാനം അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. വായനക്കാരെ കൂട്ടാനും തങ്ങളുടെ ബ്രാൻഡ് വളർത്താനും ബ്ലൈയുടെ യാത്രയെ പരമാവധി ഉപയോഗിക്കാൻ ന്യൂയോർക്ക് വേൾഡ് തീരുമാനിച്ചു. ബ്ലൈ തിരിച്ചെത്തുന്ന സമയം ഏറ്റവും കൃത്യമായി പ്രവചിക്കുന്നയാൾക്ക് യൂറോപ്പിലേക്കുള്ള ഒരു യാത്രയാണ് അവർ വാഗ്ദാനം ചെയ്തത്. ആളുകൾ നിമിഷങ്ങൾ വരെ കൃത്യമായി പ്രവചിക്കാൻ ശ്രമിച്ചു. അതിനിടയിൽ ലോകം ചുറ്റുന്ന മറ്റൊരു യാത്രയും ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ബ്ലൈയുടെ ഈ പരിപാടിയെക്കുറിച്ച് കേട്ടപ്പോൾ എല്ലാ പ്രശസ്തിയും ന്യൂയോർക്ക് വേൾഡിന് മാത്രം കൊടുക്കാൻ കഴിയില്ലെന്ന ന്യൂയോർക്കിലെ മറ്റൊരു പത്രം തീരുമാനിച്ചു. അതുകൊണ്ട് അവർ തങ്ങളുടെ ഒരു വനിതാ റിപ്പോർട്ടറെയും ലോകം ചുറ്റാൻ അയച്ചു. എലിസബത്ത് വിസ്ലാൻഡ് എന്ന ആ റിപ്പോർട്ടർ ന്യൂയോർക്കിൽ നിന്നും എതിർ ദിശയിലേക്കാണ് യാത്ര തിരിച്ചത്. പസഫിക് സമുദ്രം കടക്കുന്നതിന് മുൻപ് അവർ ആദ്യം അമേരിക്കയിലൂടെ സഞ്ചരിച്ചു. ലോകം ചുറ്റാൻ ബ്ലൈയേക്കാൾ 4 ദിവസം കൂടുതലാണ് വിസ്ലാൻഡ് എടുത്തത്. പസഫിക് സമുദ്രത്തിലൂടെയുള്ള യാത്രയായിരുന്നു ബ്ലൈയുടെ ലോകയാത്രയുടെ അവസാന ഘട്ടം. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം RMS ഓഷ്യാനിക് എന്ന കപ്പലിലാണ് അവൾ കടന്നത്. പക്ഷേ ആ യാത്രയിൽ കപ്പൽ മോശം കാലാവസ്ഥയിൽ പെട്ടു. അതുകൊണ്ട് അമേരിക്കയിൽ തിരിച്ചെത്താൻ അവൾ ഉദ്ദേശിച്ചതിലും 2 ദിവസം വൈകി. സാൻ ഫ്രാൻസിസ്കോയിൽ കപ്പലിറങ്ങിയ അവൾ
കിഴക്കൻ തീരത്തേക്ക് മടങ്ങാൻ ഒരു പ്രത്യേക ട്രെയിനിലാണ് യാത്ര ചെയ്തത്. ന്യൂജേഴ്സിയിലെ ഹോബോക്കിനിൽ നിന്നും കപ്പൽ കയറി 72 ദിവസങ്ങൾക്ക് ശേഷം അവൾ തിരിച്ചെത്തി. ഫിലിയസ് ഹോഗന്റെ കഥയിലെ റെക്കോർഡ് തകർത്തതിന് പുറമെ അവൾ തന്റേതായ ഒരു ലോക റെക്കോർഡും സൃഷ്ടിച്ചു. തന്നെ കളിയാക്കിയവർക്ക് മുൻപിൽ അവൾ ഒരിക്കൽ കൂടി തന്റെ കഴിവ് തെളിയിച്ചു. ശരിയായ ദശയിൽ പരിശ്രമിച്ചാൽ ഒരു കാര്യവും അസാധ്യമല്ലെന്നൊരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ട്. അവസാന നിമിഷമായിരിക്കും ഞാൻ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുക. അപ്പോൾ സമയം വൈകി, ഇനി ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയും, എന്ത് അസംബന്ധമാണിത്. നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ശരിയായ ദിശയിൽ കൂടുതൽ പരിശ്രമിച്ചാൽ ഒരു കാര്യവും അസാധ്യമല്ലെന്നൊരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ട്. തന്റെ സാഹസിക യാത്രയെക്കുറിച്ച് ബ്ലൈ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ബ്ലൈ കാരണം തങ്ങൾക്ക് ലഭിച്ച വലിയ പ്രശസ്തിയിൽ ന്യൂയോർക്ക് വേൾഡ് സന്തുഷ്ടരായിരുന്നു. എങ്കിലും ബ്ലൈക്ക് ബോണസ് കൊടുക്കാൻ മാത്രം അവർ തയ്യാറായിരുന്നില്ല. അതിൽ അപമാനിതനായ അവൾ ജോലി രാജിവെച്ചു. എങ്കിലും അവൾ കഷ്ടപ്പെടുകയൊന്നുമായിരുന്നില്ല. നേരെ മറിച്ച് അവൾ ഒരു ദേശീയ സെലിബ്രിറ്റിയായി മാറിയിരുന്നു. അവളുടെ ലോകസഞ്ചാരം അവൾ അത്രമാത്രം പ്രശസ്തയാക്കിയിരുന്നു. അവളുടെ പേരിനും ചിത്രത്തിനും അന്ന് വലിയ വിലയുണ്ടായിരുന്നു. അവൾക്ക് അന്ന് 30 വയസ്സ് പോലും തികഞ്ഞിരുന്നില്ല. അവൾ ജോലി വിട്ട് 3 വർഷത്തിനുള്ളിൽ തന്നെ ന്യൂയോർക്ക് വേൾഡിന് അവൾ തിരികെ വേണമായിരുന്നു. 1893 അവൾ വീണ്ടും പത്രത്തിന് വേണ്ടി എഴുതാൻ തുടങ്ങി. അഴിമതികളും ചൂഷണങ്ങളും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന അന്വേഷണാത്മക റിപ്പോർട്ടിംഗ് അവൾ വീണ്ടും ഏറ്റെടുത്തു. വിവാഹം കഴിക്കാൻ പ്ലാനില്ലെന്ന് എപ്പോഴും പറയുകയും ഒരു സ്ത്രീയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ച് ജീവിക്കുകയും ചെയ്തുവെങ്കിലും ഒടുവിൽ ബ്ലൈ ഒരു പുരുഷനെ കണ്ടുമുട്ടുകയും സ്ഥിരതാമസമാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. 1895 അവൾ 73-കാരനായ ഒരു വ്യക്തിയെ പരിചയപ്പെടുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. ബ്ലൈക്ക് അന്ന് 31 വയസ്സായിരുന്നു. അവളുടെ ഭർത്താവ് റോജർ സീമാൻ അയൺ ക്ലാഡ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി മേധാവിയായിരുന്നു. വിവാഹം കഴിഞ്ഞതുകൊണ്ട് ബ്ലൈ വെറും ഒരു വീട്ടമ്മയായി ഇരിക്കാൻ തയ്യാറായിരുന്നു എന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. സത്യത്തിൽ സംഭവിച്ചത് നേരെ മറിച്ചാണ്. അവൾ ഭർത്താവിന്റെ വ്യവസായത്തിൽ ഇടപെടാൻ തുടങ്ങി. ഉൽപ്പന്നങ്ങൾക്കുള്ള ഡിസൈനുകൾ നൽകുകയും കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മേൽനോട്ടം വഹിക്കുകയും ചെയ്തു. അവൾ കമ്പനിക്കായി തയ്യാറാക്കിയ 2 ഡിസൈനുകൾക്ക് പേറ്റന്റ് ലഭിച്ചു. ഒരു പാൽപാത്രത്തിനും ഒരു ഗാർബേജ് ക്യാനും. അയൺ ക്ലാഡ് മാനുഫാക്ചറിംഗ് കമ്പനിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി 1896 അവൾ ന്യൂയോർക്ക് വേൾഡിലെ ജോലി ഉപേക്ഷിച്ചു. 1904 ഭർത്താവ് മരിച്ചപ്പോൾ അവൾ കമ്പനിയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കുകയും ചെയ്തു. എന്നാൽ 1991 കമ്പനി പാപ്പരായതോടെ അവൾക്ക് ആ പദവിയിൽ 10 വർഷത്തിൽ താഴെ മാത്രമേ ഇരിക്കാനായുള്ളൂ. കമ്പനി തകർന്നപ്പോൾ തനിക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ജോലിയിലേക്ക് ബ്ലൈ മടങ്ങിയെത്തി, റിപ്പോർട്ടിങ്ങിലേക്ക്. സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകണമെന്ന പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയമായിരുന്നു അത്. ബ്ലൈ ആ മാർച്ചുകളെക്കുറിച്ചും വോട്ടവകാശത്തിനായുള്ള ആവശ്യങ്ങളെക്കുറിച്ചും എഴുതി. 1910കളുടെ അവസാന പകുതിയിൽ അവൾ 1-ാം ലോകമഹായുദ്ധം റിപ്പോർട്ട് ചെയ്തു. അത് അവൾക്ക് മറ്റൊരു പുതിയ വിശേഷണം കൂടി നൽകി. അമേരിക്കയിലെ ആദ്യത്തെ വനിതാ യുദ്ധകാരി റിപ്പോർട്ടർ. പൂർണ്ണമായും പത്രപ്രവർത്തനത്തിലേക്ക് മടങ്ങിയെത്തിയ അവൾക്ക് 1919 ന്യൂയോർക്ക് ജേർണലിൽ സ്വന്തമായി ഒരു കോളം ലഭിച്ചു. എന്നാൽ അവളുടെ ഈ തിരിച്ചുവരവ് അധികകാലം നീണ്ടുനിന്നില്ല. 1922 അവൾക്ക് 57 വയസ്സുള്ളപ്പോൾ ബ്ലൈക്ക് ന്യൂമോണിയ ബാധിച്ചു. അവളെ തളർത്താൻ ഈ ഒരു രോഗത്തിന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. 1922 ജനുവരി 27 ന്യൂയോർക്ക് സിറ്റിയിലെ സെന്റ് മാർക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ന്യൂമോണിയ ബാധിച്ച് ബ്ലൈ അന്തരിച്ചു. ഏറ്റവും അനുയോജ്യമായ രീതിയിൽ പിറ്റേന്നത്തെ ദി ഈവനിംഗ് ജേണൽ അവളെ അമേരിക്കയിലെ ഏറ്റവും മികച്ച റിപ്പോർട്ടർ എന്ന് വിശേഷിപ്പിച്ചു. നെല്ലി ബ്ലൈ സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാ പത്രപ്രവർത്തകർക്കും ഒരു വഴികാട്ടിയായിരുന്നു. അവളുടെ എഴുത്തുകൾ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. സർക്കാരിൽ മാറ്റങ്ങൾ വരുത്തുവാനും ആളുകളുടെ ചിന്തകൾ പ്രചോദിപ്പിക്കുവാനും ഉണർത്തുവാനും അതിന് കഴിഞ്ഞു. ചെറുപ്പം മുതലേ അവൾ വലിയ ധൈര്യം കാണിച്ചു. തനിക്ക് എന്താണ് വേണ്ടതെന്ന് അവൾക്കറിയാമായിരുന്നു. ഒരു സ്ത്രീയാണെന്ന യാഥാർത്ഥ്യം ഉൾപ്പെടെ ഒരു കാര്യവും അതിന് തടസ്സമായിരുന്നില്ല. ഒരു എഴുത്തുകാരി എന്ന നിലയിൽ ഒരു പക്ഷേ അവളുടെ സ്വന്തം വാക്കുകൾ തന്നെയായിരിക്കും അവളുടെ ജീവിതത്തെ ഏറ്റവും നന്നായി സംഗ്രഹിക്കുന്നത്. എനിക്കത് ചെയ്യാൻ കഴിയുമെന്നും ഞാൻ ചെയ്യുമെന്നും ഞാൻ പറഞ്ഞു. ഞാനത് ചെയ്തു.